നമസ്കാരം. നിങ്ങളിൽ പലരെയും ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും നിങ്ങളെ അലട്ടിയിട്ടുള്ള ചിന്തയായിരിക്കും, നിങ്ങൾക്ക് ആരും ഒരു വിലയും തരുന്നില്ല, എവിടെയും ഒരു പരിഗണനയും ലഭിക്കുന്നുമില്ല എന്നൊക്കെ. ശരിയല്ലേ? ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടേ ഇല്ല എന്ന് വേണം കരുതാൻ. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ പരിഗണനയും വാല്യൂവും ലഭിക്കുമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ ഉറപ്പു തരാം, ഇത് 100% സത്യമാണ്, 100% പ്രാവർത്തികവുമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉപയോഗം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളിൽ ഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മൾ 100% പ്രശ്നങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും ആർക്കും ഒന്നിനും ക്ഷമയില്ല എന്നുള്ളതാണ്. ഉപകാരപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്ന് തോന്നിയാൽ പോലും ഒരു വീഡിയോ പോലും മുഴുവനായി കാണാനുള്ള ക്ഷമ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ ഉടയ്ക്കു സ്വാമി തേങ്ങ എന്ന് പറയുന്നത് പോലെ. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ആ തിരക്ക് നന്നാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ എന്തിനും ഏതിനും അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ടാവും എന്ന് ആദ്യം തിരിച്ചറിയുക. എല്ലാം നമ്മളുടെ പരിശ്രമത്തിന്റെ ഫലമായി തന്നെ സംഭവിക്കൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ വാല്യൂ വർദ്ധിപ്പിക്കേണ്ട കാര്യവും. അതിന് നമ്മൾ നമ്മെ തന്നെ ചെറുതായി ഒന്ന് പരിഷ്കരിക്കുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ കുഴിച്ചിടുക എന്നുള്ളതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ തന്നെ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചില പ്രക്രിയയെക്കുറിച്ച് മാത്രമാണ്. ഉദാഹരണത്തിന്, പരിപ്പിന്റെ വിലയല്ലല്ലോ പരിപ്പ് വടയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന സാൻഡ്വിച്ചിന് ഗോതമ്പിന്റെ അതേ വിലയല്ലല്ലോ ഉള്ളത്. ഇവിടെ പരിപ്പിൽ നിന്ന് പരിപ്പ് വടയിലേക്ക് എത്തുമ്പോൾ അതിന്റെ വാല്യൂ കൂടാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പരിപ്പ് മണ്ണിൽ കിടന്ന് മുളയ്ക്കുന്നു, ആ ചെടിയിൽ പരിപ്പ് കായ്ക്കുന്നു, പിന്നീട് അതിനെ പറിച്ചെടുത്ത് മെതിക്കുന്നു, ശേഷം അതിനെ ഉണക്കിയെടുക്കുന്നു, അതിനും ശേഷം അതിനെ വറുത്തെടുക്കുന്നു, പിന്നീട് അതിനെ ചെറുതായി പൊടിക്കുന്നു, അതിനും ശേഷമാണ് അതിനെ മാവ് ചേർത്ത് എണ്ണയിലിട്ട് തിളപ്പിച്ച് പരിപ്പ് വടയുടെ രൂപത്തിലാക്കിയെടുക്കുന്നത്. ശരിയല്ലേ? എന്ന് വെച്ചാൽ രണ്ടും പരിപ്പാണെങ്കിലും പരിപ്പിന്റെയും പരിപ്പ് വടയായപ്പോഴത്തേക്കും അതിന്റെ വാല്യൂവിൽ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടേ? പരിപ്പിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പരിപ്പ് വടയുടെ വില. അതുപോലെ തന്നെ ഗോതമ്പ് മുളച്ചതിന് ശേഷം എത്രയോ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയതിന് ശേഷമാണ് അത് സാൻഡ്വിച്ചായി മാറുന്നത്. അപ്പോൾ ആ ഗോതമ്പിന്റെ അതേ വാല്യൂ ആണോ സാൻഡ്വിച്ചായി മാറിയ ആ ഒരു പലഹാരത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്? സാധാ ഗോതമ്പിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സാൻഡ്വിച്ചിന്റെ വില. ശരിയല്ലേ? നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വസ്തു എത്രത്തോളം പ്രോസസ്സിങ്ങിന് വിധേയമാകുന്നു അത്രത്തോളം അതിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നു എന്നതല്ലേ? അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ കാര്യവും. നമ്മുടെ ജീവിതം നമ്മൾ നിരന്തരം പ്രോസസ്സിങ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സംസ്കരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മളിൽ നിന്ന് എന്തൊക്കെയാണോ എടുത്തു മാറ്റപ്പെടേണ്ടതായിട്ടുള്ളത് അതിനെയൊക്കെ എടുത്തു മാറ്റി നമ്മളിലേക്ക് കൂടുതലായി എന്താണോ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ളത് അതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് പരിഷ്കരിച്ച് സംസ്കരിച്ചെടുക്കുമ്പോഴാണ് നമ്മളുടെ വാല്യൂ വർദ്ധിക്കുന്നത് എന്നതാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 6 മാർഗങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തേത്, നമ്മുടെ ജീവിതം എത്രത്തോളം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നുവോ അത്രയധികം നമ്മളുടെ വാല്യൂ കൂടുന്നു എന്നുള്ളതാണ്. എനിക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ കിട്ടും എന്നതിലുപരി
എന്നെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ വാല്യൂ കൂടാൻ തുടങ്ങും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നമ്മളെ ദുർലഭമാക്കി വെക്കണം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഒരു നിയമമുണ്ട്, ദുർലഭമായതിന് വാല്യൂ കൂടും എന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന തിയറിയെ പറ്റി? എന്താണോ അധികം ലഭ്യമല്ലാത്തത് അതിന് ഡിമാൻഡ് കൂടും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെയും ദുർലഭമാക്കി വെക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും എപ്പോഴും എന്ത് കാര്യത്തിനും അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ ഒരിക്കലും മാറരുത്. നിങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത ഏത് സ്ഥലത്തും ഏത് സമയത്തും നിങ്ങളെ ലഭിക്കും എന്നുള്ള ചിന്ത മറ്റാരിലും ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലൂസ് സ്റ്റോക്കിന് വേണ്ടി സമയം കളയാൻ വേണ്ടി എവിടെയും നിന്നു കൊടുക്കാതിരിക്കുക. ചാണക്യൻ പറഞ്ഞിരിക്കുന്നത്, ഏതൊരാൾക്കും വന്ന് പന്ത് കളിച്ചിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈതാനമായി നിങ്ങൾ ഒരിക്കലും മാറരുത് എന്നതാണ്. എന്നുവെച്ച് ആവശ്യക്കാർക്ക് പോലും ലഭിക്കാത്ത രീതിയിൽ, എവിടെയും ലഭിക്കാത്ത രീതിയിൽ ജാടയിട്ട് മാറി നിൽക്കുക എന്നുള്ളതല്ല കേട്ടോ. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും ഒന്നും ചെയ്യാതെ ഫ്രീ ആയി ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും ഫ്രീ ആയിരിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ ഫ്രീ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്നാണ്. അത് പറ്റില്ല. നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ശരീരവും മനസ്സും ശാരീരിക അവയവങ്ങളെല്ലാം എപ്പോഴും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രവർത്തിപ്പിക്കാതെ വെറുതെ ഇരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് ഒരു വിലയും ഉള്ളതായി അംഗീകരിക്കുകയില്ല എന്നതാണ് സത്യം. കേട്ടിട്ടില്ലേ, അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാണ് എന്ന്? നിങ്ങളുടെ വാല്യൂ കൂട്ടുന്നതിനുള്ള നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കരുത് എന്നുള്ളതാണ്. എപ്പോഴും എവിടെയും വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വിലയുണ്ടാവില്ല എന്നത് തിരിച്ചറിയണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ആവശ്യത്തിന് മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വജ്രത്തിന്റെ ശക്തി ഉണ്ടായിരിക്കും, ആയുധത്തിന്റെ മൂർച്ചയുണ്ടായിരിക്കും. നിങ്ങളുടെ വാക്കുകൾക്കായി ആളുകൾ കാതോർത്തിരിക്കും. അതിനു പകരം നിങ്ങൾ വെറുതെ ലൂസ് സ്റ്റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വില നൽകുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. നിങ്ങൾ എപ്പോഴും ഏതിനും അനാവശ്യമായി പ്രതികരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണത്തിന് ആരും വില തരില്ല. എന്നാൽ നിങ്ങൾ വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ മാത്രം വളരെ ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണത്തെ എല്ലാവരും ഭയക്കും. നിങ്ങളുടെ വാല്യൂ കൂട്ടുന്നതിനുള്ള അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യാസം മറ്റൊന്നുമല്ല, എല്ലായിടത്തും എല്ലാറ്റിലും കയറി ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം, എവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്, എവിടെയാണ് ഇടപെടാതിരിക്കേണ്ടത് എന്നതിനെ പറ്റി. ഞാനിത് പറയുന്നത് ഏതെങ്കിലും ഒരു ആപത്ഘട്ടത്തിൽ എവിടെയെങ്കിലും പോയി ഇടപെടുന്നതിനെ പറ്റി അല്ല കേട്ടോ. ജീവിതത്തിൽ പൊതുവായ കാര്യങ്ങളിൽ എവിടെയും കയറി ഇടപെട്ട് കളയാം, എല്ലാം അങ്ങ് പരിഹരിച്ച് കളയാം എന്നുള്ള, എവിടെയും അഭിപ്രായം പറഞ്ഞു കളയാം എന്നുള്ള ആ അനാവശ്യ ഇടപെടൽ എന്ന സ്വഭാവത്തെ പറ്റി മാത്രമാണ്. എന്ന് വെച്ചാൽ എല്ലാറ്റിലും എല്ലാ സമയത്തും കയറി തലയിടാതിരിക്കുക എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ ഉയർത്തുന്നതിനുള്ള ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എവിടെയും എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, ബലഹീനരാണ്. ആരുടെയും ആശ്രയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊന്നും ഞാനും കരുതുന്നില്ല. ഞാൻ അതിനെപ്പറ്റിയല്ല ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് എല്ലാറ്റിലും എന്ത് കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർക്ക് ഒരു വിലയും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ആശ്രയം പലപ്പോഴും അടിമത്തമായി മാറും. അതുകൊണ്ട് പരമാവധി സാശ്രയ ശീലമുള്ളവരായി മാറുക എന്നുള്ളതാണ്. അവനവനെ തന്നെ ആശ്രയിക്കാൻ ശീലിക്കുക. അത് ഏത് കാര്യത്തിലായിക്കോട്ടെ. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ ആശ്രയിക്കുന്നുവോ അത്രത്തോളം അവർ നമ്മളെ മുതലെടുക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് എല്ലാ കാര്യത്തിലും എല്ലാവരും അത്തരക്കാരാണ് എന്നത് അല്ല കേട്ടോ. എങ്കിലും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പരമാവധി ആശ്രയിക്കൽ കുറയ്ക്കുക, സ്വാശ്രയ ശീലം വളർത്തുക.
സമൂഹത്തിൽ നമ്മളുടെ വാല്യൂ വർദ്ധിപ്പിക്കേണ്ടതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളോട് താല്പര്യമില്ലാത്ത ആളുകളോടൊത്ത് നിങ്ങൾ ഒന്നിനും നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് എത്ര വലിയ വ്യക്തിയായിരുന്നാലും, സമൂഹത്തിൽ എത്ര പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മളോട് താല്പര്യമില്ലാത്തവരുടെ അടുത്ത് പരമാവധി ചെല്ലാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ അവഗണിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ഒരു പരിഗണനയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഒരിക്കലും യാചിച്ച് ചെല്ലാതിരിക്കുക. അത് നിങ്ങളുടെ വാല്യൂവിനെ കുറയ്ക്കും. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന ശക്തമായ തീരുമാനമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ മനസ്സിന് ഉടമകൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വില കിട്ടുന്ന, നിങ്ങളുടെ വാല്യൂ കൂട്ടുന്ന 6 കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തുടങ്ങുക. ക്രമേണ നിങ്ങളുടെ വില ഉയരുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, നിങ്ങളുടെ വില തന്നെത്താനെ ഉയരുന്നതല്ല, അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ വിലയെന്തെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് സമൂഹത്തിൻ്റെ മുമ്പിൽ സധൈര്യം തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുപോലെയുള്ള അറിവുകൾ വീണ്ടും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റാർക്കെങ്കിലും കൂടി ഉപകാരപ്പെടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.